തീർച്ചപ്പെടുത്താവുന്ന കാര്യമാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി നമ്മളിവിടെ ഒത്തുകൂടുമ്പോൾ എന്തായിരുന്നു അന്നത്തെ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം? ആ മുദ്രാവാക്യത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും അനുദിനം ഈ 30 വർഷത്തിനിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. രാജീവനും മധുവും ബാബുവും ശിവലാലും റോഷനും സഖാവ് പുഷ്പനും ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ പ്രകാശ് മാഷ് ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്നത്തെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വമാകെ നടത്തിയ പോരാട്ടം, ആ പോരാട്ടം ഒരു നയത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. കേരളം ഭരിച്ച UDF ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിച്ച തെറ്റായ നയത്തിനും നിലപാടിനുമെതിരെയുള്ള യുവജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭമായി. തൊണ്ണൂറിന്റെ തുടക്കത്തിലാണ് ലോകത്ത് അതിശക്തമായി നവ ഉദാരവൽക്കരണ നയം വിവിധ രാജ്യങ്ങളിൽ നടപ്പിലാക്കി വന്നത്. ന്യൂ ലിബറൽ പോളിസി ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്റെ താല്പര്യം മാത്രം കാത്തു സംരക്ഷിക്കുന്ന നയവും നിലപാടുമായി സർക്കാരുകൾ മുന്നോട്ടു പോകണം എന്ന് നിർബന്ധം പിടിച്ചിടപെട്ടു. 90ന്റെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോക മുതലാളിത്തം, സോഷ്യലിസം അസാധ്യമാണ്, സോഷ്യലിസത്തിന് ഇനി ഒരു തരത്തിൽ ഭാവിയില്ല, സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങൾ മുറുകെ പിടിക്കുന്നവരൊക്കെ വിഡ്ഢികളാണ് എന്നുള്ള പ്രചരണമൊക്കെ ഒരു ഭാഗത്ത് നടത്തി. 1991 കേരളത്തിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സഹതാപത്തിന്റെ ഭാഗമായി വോട്ടാക്കി മാറ്റിയതുകൊണ്ട് അന്ന് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു. കേന്ദ്രത്തിൽ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും അധികാരത്തിൽ. കേന്ദ്രവും കേരളവും കോൺഗ്രസ് നയിക്കുന്ന സർക്കാരുകളായിരുന്നു. നവ ഉദാരവൽക്കരണ നയം രാജ്യത്തും സംസ്ഥാനത്തും അതിശക്തമായി നടപ്പിലാക്കാനുള്ള നിലപാട് കോൺഗ്രസ് ഗവൺമെന്റുകൾ സ്വീകരിച്ചു. കേരളത്തിൽ ഈ നയത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ കച്ചവടം ഉൾപ്പെടെ ശക്തിപ്പെടുത്തുന്ന നിലപാടുകൾ സ്വീകരിച്ചു. ഒട്ടേറെ നിലപാടുകൾ വരുന്നു. ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കൂടിയായിരുന്നു നവംബർ 25, 1994 5 സഖാക്കൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. സഖാവ് പുഷ്പൻ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു, എങ്ങനെ നമ്മൾ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ ലോകത്ത് 90കൾക്ക് ശേഷം ഈ 40 വർഷത്തിനിടയിൽ നിരവധി പോരാട്ടങ്ങൾ നടന്നു. എന്നാൽ നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ ലോകത്ത് നടന്ന പോരാട്ടങ്ങളിലെ ആദ്യ രക്തസാക്ഷിത്വം ഏതെന്ന് ചോദിച്ചാൽ അത് കൂത്തുപറമ്പിലെ ഈ പോരാട്ടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പോരാട്ടമാണ് പുഷ്പൻ ജീവിച്ച ഈ 40 കൊല്ലത്തിനിടയിൽ ഈ നയം ശക്തമായി നടപ്പിലാക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശ്രമം നടന്നപ്പോൾ ആ ശ്രമത്തിനെതിരെ പലയിടങ്ങളിലും ചെറുത്തുനിൽപ്പുകൾ നടന്നു. ആ ചെറുത്തുനിൽപ്പുകളിൽ ചിലയിടങ്ങളിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ രക്തസാക്ഷികളായി ഇതിന്റെ ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നുയർത്തിയ മുദ്രാവാക്യത്തിന് ലോകത്ത് ഇന്നും പ്രസക്തിയുണ്ട് എന്നുള്ളത് സമൂഹമാകെ വിളിച്ചോതുന്ന ഒരു ഘട്ടമാണ്. സോഷ്യലിസത്തിനാണ് ഭാവി, സോഷ്യലിസമാണ് പ്രതീക്ഷ എന്ന മുദ്രാവാക്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പ്രക്ഷോഭങ്ങളെ സർക്കാരിന്റെ ഹുങ്കുപയോഗിച്ച് തോക്കുകൊണ്ട് കീഴ്പ്പെടുത്താനുള്ള ഒട്ടേറെ നീക്കങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഘട്ടങ്ങളിൽ അത്തരം നീക്കങ്ങൾ കണ്ടിട്ടുണ്ട്. 1940 സെപ്റ്റംബർ മാസം 15 അബുവും ചാത്തക്കുട്ടിയും വെടിയേറ്റ് മരിച്ച ഘട്ടം. തലശ്ശേരി കടപ്പുറത്ത് ഒത്തുചേർന്നവരെ അന്ന് പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. അത്
ഗവൺമെന്റ് ഈ സംവിധാനത്തെ തോക്കുകൊണ്ടില്ലാതാക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമാണ്. 78 വർഷം മുമ്പ് പുന്നപ്ര വരാറ് ഇതുപോലെ പ്രക്ഷോഭം നടത്തിയവരെ അന്ന് കൊളോണിയൽ ശക്തികൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. പാടിക്കുന്നിൽ നമ്മൾ ഇത്തരം പോരാട്ടങ്ങളെ 950 മെയ് മാസം 3-ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ വെടിവെച്ച് വീഴ്ത്തിയ കഥകൾ കേട്ടിട്ടുണ്ട്. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ നിരവധി ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട് സർക്കാർ ഇല്ലാതാക്കി. ഇന്ന് കൂത്തുപറമ്പിൽ 5-1-6 സഖാക്കൾ രക്തസാക്ഷികളാകുമ്പോൾ ഈ കാലഘട്ടവും അവർ ഉയർത്തിയ മുദ്രാവാക്യം അതിശക്തമായി ഉയർത്തേണ്ട ആവശ്യകത മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം 994 ശേഷം താഴോട്ടല്ല മുകളിലേക്കാണ് സഞ്ചരിച്ചത്. ഡിവൈഎഫ്ഐ തളരുകയായിരുന്നില്ല. ഈ പോരാളികളെ ആ പോരാളികളുടെ സ്മരണയിൽ കരുത്താക്കി മുന്നോട്ട് കുതിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ബഹുമുഖ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. 1, നവ ഉദാരവൽക്കരണ നയം തന്നെ തുടരുന്നു. 2, മതവർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. യുവജനങ്ങളുടെ പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിലും എന്ന മുദ്രാവാക്യത്തിന് വിരുദ്ധമാണ് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭരണം എന്നുള്ളത് നമുക്ക്. തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കോണമിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നു. തൊഴിലില്ലായ്മ 8.5% ഉയർന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇപ്പോൾ അത് 9.5% എത്തിയിരിക്കുകയാണ്. രാജ്യത്തെ തൊഴിൽ രഹിതരിൽ 83% യുവജനങ്ങൾ, അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾ. അഭ്യസ്ത വിദ്യരുടെ തൊഴിലായ്മ 2004-ൽ 54.2% വലിയ നിലയിലേക്ക് കുതിക്കുന്ന സ്ഥിതിയുണ്ടായി. എല്ലാ മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങി സ്വകാര്യവൽക്കരണം ശക്തിപ്പെടുത്തുന്ന സ്ഥിതി വന്നു. കേന്ദ്ര സർക്കാർ സർവീസുകളിലും ഒഴിവുകൾ നികത്തുന്ന നിലപാട് സ്വീകരിക്കാത്ത സമീപനമുണ്ട്. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാത്ത സമീപനം തുടർന്നു. നിലവിലുള്ള തസ്തികകൾ വെട്ടി കുറക്കുന്ന സമീപനം ഉയർന്നു. കേന്ദ്ര സർവീസിൽ മാത്രം 10 ലക്ഷത്തിലേറെ തസ്തിക ഇപ്പോഴും ഒഴിഞ്ഞു കിടപ്പാണ്. ഇത്രയും അഭ്യസ്തവിധരായ യുവജനങ്ങൾ തൊഴിലന്വേഷിച്ച് നടക്കുമ്പോഴാണ് 10 ലക്ഷത്തിലേറെ തസ്തികകൾ നമ്മുടെ രാജ്യത്ത് സർക്കാർ സർവീസിൽ കേന്ദ്ര സർക്കാർ ഒഴിവ് നികത്താതെ വെക്കുന്നു. റെയിൽവേയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത പ്രശ്നം, പല അപകടങ്ങളും വർദ്ധിച്ചിട്ടും ഒഴിവ് നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. അസംഘടിത മേഖലയിൽ 7 വർഷത്തിനിടെ 30 ലക്ഷം തൊഴിലാളികൾ തൊഴിൽ രഹിതരായി. അപ്പൊ പുതിയ തൊഴിൽ സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള തൊഴിൽ നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ഇത് ശക്തമായ പോരാട്ടം നമ്മുടെ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇതിന് ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരിമിതിയിൽ നിന്നുകൊണ്ട് ഭരണം നടത്തുകയാണ്. രാജ്യത്ത് ഏറ്റവും അധികം PSC നിയമനം നടത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്നുള്ളത് തന്നെയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് നമ്മൾ 2.5 ലക്ഷത്തിലധികം നിയമനങ്ങൾ നടത്തുകയും 30,000-ഓളം തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള UPSC റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് PSCകൾ വഴി നടന്ന നിയമനങ്ങളിൽ 60% നടന്നത് ഒരു സംസ്ഥാനത്താണ്. ആ സംസ്ഥാനത്തിന്റെ പേരും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് സ്റ്റാർട്ടപ്പ് IT മേഖലകളിൽ കേരളം വലിയ മുന്നേറ്റം സൃഷ്ടിച്ചു. 5000 സ്റ്റാർട്ടപ്പുകൾ, 510 IT കമ്പനികൾ പുതുതായി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. IT കയറ്റുമതി 34,000 കോടി രൂപയിൽ നിന്നും 90,000 കോടി രൂപയായി നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു. 2.5 ഇരട്ടിയാണ് ഉയർന്നു. പുതുതായി ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളിലൂടെ
1,00,000-ലധികം പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. 1,00,000-ലധികം പേർക്ക് 2026 15,000 സ്റ്റാർട്ടപ്പുകൾ 1,00,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് LDF സർക്കാർ ലക്ഷ്യമിടുന്നത്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെഡിക്കൽ ഉപകരണങ്ങളിൽ 20% നിർമ്മിക്കപ്പെടുന്നത് ഇപ്പോ കേരളത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നിലവിൽ 400ഓളം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിനകത്തു തന്നെ മെഡിക്കൽ ഡിവൈസ് സെക്ടറിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ നടത്തി വരികയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികവുറ്റ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ, കേരളത്തെ ആ നിലയിലേക്ക് മാറ്റി തീർക്കാൻ LDF സർക്കാരിന് സാധിച്ചു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം 1ാം സ്ഥാനത്തെത്തുന്നു. അങ്ങനെ യുവജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നമ്മുടെ രാജ്യത്ത് ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ മാറുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കേരള സർക്കാർ മാറുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. BJPയും കോൺഗ്രസും ഭരിക്കുന്ന പല സംസ്ഥാന സർക്കാരുകളും നവ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിന് ബദലായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ ബദലിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലുകളാണ്. ഇത് പൊതുവെ BJP ഉയർത്തുന്ന ദ്വിമുഖ നിലപാടുകളെ അതിശക്തമായി എതിർക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ഭരണം നടത്തുന്ന ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ ശ്രമവുമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വിശദമായ കാര്യങ്ങൾ പറയുന്നില്ല. എനിക്ക് ശേഷം സംസാരിക്കുന്ന സഖാക്കൾ കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ വിശദമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ടുകളൊന്നും തന്നെ തരാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. സാമ്പത്തികമായി കേരളത്തെ പ്രയാസപ്പെടുത്താനുള്ള സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. എന്നിട്ട് ഒരു തെറ്റായ പ്രചരണം അഴിച്ചുവിടുന്നു. സംസ്ഥാനത്തെ ധനകാര്യ മിസ്മാനേജ്മെന്റാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ് പ്രചരണം. നികുതി വരുമാനം കേരളത്തിൽ സാധ്യതക്കനുസരിച്ച് വരുന്നില്ല, നികുതി പിരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു പരാജയമാണ് എന്ന പ്രചരണമാണ് വളരെ ബോധപൂർവം വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചില കണക്കുകൾ മാത്രം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. 2021 വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2022 മുതൽ കണക്കുകൾ എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 22% വർദ്ധിക്കുകയാണ് എന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന നിലയിൽ നികുതി വരുമാനം വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് കണക്കുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി നികുതി ഇതര വരുമാനമാകട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചത് 45%. അപ്പൊ എന്താണ് പിന്നെ കേരളത്തിലെ സാമ്പത്തിക പ്രയാസം സൃഷ്ടിക്കാനുള്ള ഈ നീക്കങ്ങളുടെ പിന്നിൽ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാന തത്വങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ വിരോധം കാരണം സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. 3 രീതികളിലാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഒരു കേന്ദ്ര സർക്കാർ ഇന്ത്യ പോലൊരു രാജ്യത്ത് ധനസഹായം നൽകേണ്ടത്. ഒന്നാമത്തത് ഫിനാൻസ് കമ്മീഷൻ തീർപ്പ് പ്രകാരമുള്ള നികുതി വിഹിതമാണ്. അതിൽ വർധനമുണ്ടായിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിൽ വർധനമുണ്ടായപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 2022-ലും 2023-ലും ലഭിച്ചത് ഏതാണ്ട് ഒന്ന് തന്നെ, 13,000 കോടി രൂപ. രണ്ടാമത് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ സഹായിക്കേണ്ടത്? ഗ്രാന്റുകൾ വഴിയുള്ള സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ടത്. അതിൽ വർധനമുണ്ടായിട്ടുണ്ടോ? അതിൽ വർധനമുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, കുറവുണ്ടായി. 2022-ൽ 30,000 കോടിയാണ് ഗ്രാന്റിനത്തിൽ ലഭിച്ചതെങ്കിൽ ഇപ്പോ അത് 27,000 കോടിയായി. 3,000 കോടി രൂപ ഒറ്റയടിക്ക് ഒരു സംസ്ഥാനത്തിന് നൽകേണ്ട ഗ്രാന്റിനത്തിൽ വെട്ടിക്കുറവ് വന്നു. ഒരാഴ്ച മുമ്പ് നിങ്ങളൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കേരളത്തിന്റെ എല്ലാ നിലയിലുമുള്ള പ്രതീക്ഷയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര പദ്ധതി, വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഗ്രാന്റ് നൽകാം എന്ന് ഉറപ്പ് നൽകി. അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. മറ്റു തുറമുഖങ്ങൾക്ക്, മറ്റു സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റുകൾ നൽകാറുണ്ട്.
ഗ്രാന്റ് തിരിച്ചടക്കേണ്ടതല്ല. ഒരു കേന്ദ്ര സർക്കാർ നൽകിയാൽ അത് സംസ്ഥാന സർക്കാരിന് പിന്നെ തിരിച്ച് കേന്ദ്രത്തിന് കൊടുക്കേണ്ട. എന്നാൽ ഇപ്പൊ കേന്ദ്ര സർക്കാർ പറഞ്ഞത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് ഗ്രാന്റ് ആയിട്ടല്ല, വായ്പയായിട്ടാണ് പണം നൽകാൻ വേണ്ടി പോകുന്നത്. പലിശ അടക്കം തിരിച്ചടക്കണം എന്നാണ് പറയുന്നത്. ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് നിലപാട് പ്രഖ്യാപിച്ചത് അതാണ് ഗ്രാന്റ്. ആ ഗ്രാന്റിൽ 10% കുറവ് വരുത്തിയിരിക്കുക. കേരളത്തിലാകെ കേന്ദ്രം നൽകുന്ന ഗ്രാന്റിൽ 10% കുറവ്. മൂന്നാമത് കേന്ദ്രം സംസ്ഥാനത്തെ സഹായിക്കേണ്ടത് വായ്പ നൽകിയാണ്. ഇവിടെയാണ് ഭീകരമായ ഇടിവുണ്ടായിട്ടുള്ളത്. 2022 43,000 കോടി രൂപ വായ്പ എടുക്കാനുള്ള അനുമതിയാണ് നൽകിയതെങ്കിൽ 2023 സംസ്ഥാനത്തിന് വായ്പ ഇനത്തിൽ നൽകിയത് 22,000 കോടി രൂപയാണ്. 43,000 ഒറ്റയടിക്ക് 22,000 കോടി, 21,000 കോടി രൂപ വെട്ടിക്കുറച്ചു. അതായത് ഏതാണ്ട് പകുതി വെട്ടിക്കുറക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പ്രധാന പ്രശ്നമായി ഉയർന്നു വരുന്ന പ്രശ്നം. അപ്പൊ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കുറഞ്ഞതുകൊണ്ടല്ല ഇന്ന് ചില വിഷയങ്ങൾ വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവേചനവും രാഷ്ട്രീയ പകപോക്കലുമാണ്. ഈ പരിമിതിയിൽ നിന്നുകൊണ്ടും ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നു. ഇന്ത്യയിൽ 60 ലക്ഷം പേർക്ക് 1,600 രൂപ മുടങ്ങാതെ പെൻഷൻ നൽകുന്ന ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ. അത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ്. ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോന്നായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി. സാധാരണ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ മറ്റ് രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ചൂരൽമല ദുരന്തമുണ്ടായി. നിങ്ങളുടെ ഈ മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ് ചൂരൽമല ദുരന്തം. വല്ലാത്തൊരവസ്ഥയായിരുന്നു, വല്ലാത്ത ഒരു സ്ഥിതി. 400-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു, വീടുകൾ തകർന്നു, സ്കൂളുകൾ തകർന്നു, കൃഷിനാശം സംഭവിച്ചു, പാലങ്ങൾ തകർന്നു, റോഡുകൾ തകർന്നു. ഒരു നാടിനാകെ പ്രയാസമുണ്ടാകുന്ന സ്ഥിതി വന്നു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ പ്രധാനമന്ത്രി അവിടെ വന്നു. മുഖ്യമന്ത്രിക്കൊപ്പം സ്ഥലം സന്ദർശിച്ച് ഞങ്ങൾ ചുമതലപ്പെടുത്തിയ മന്ത്രിമാരടക്കമുള്ള ഒരു 12 പേരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. വൈകാരികമായിട്ടാണ് പ്രധാനമന്ത്രി ആ യോഗത്തിൽ സംസാരിച്ചത്. ഈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന കേരളത്തിന്റെ ആവശ്യം. ആ കേരളത്തിന്റെ ആവശ്യത്തെ ഖണ്ഡിക്കുന്ന ഒരു കാര്യവും പ്രധാനമന്ത്രി ആ യോഗത്തിൽ പറഞ്ഞില്ല. എല്ലാവരും പ്രതീക്ഷിച്ചു ഉടനെ തന്നെ നമുക്ക് ഫണ്ട് ലഭിക്കും. എന്നാൽ ഈ 4 മാസമായിട്ടും കാലണ നമുക്ക് നൽകാൻ തയ്യാറായില്ല. ഇന്ത്യ കണ്ടതിൽ വെച്ച് വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ചൂരൽമല ദുരന്തമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എന്നിട്ടും അതിന് കേന്ദ്രം ഇതുവരെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു തരത്തിലും അതിന് സഹായം ചെയ്യാൻ തയ്യാറാകാത്ത സ്ഥിതി വന്നു. നഷ്ടത്തിന്റെ പ്രാഥമിക കണക്ക് സംസ്ഥാന സർക്കാർ തുടക്കത്തിൽ തന്നെ എടുത്തു. വിശദമായ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക തീരുമാനിച്ചു. അതനുസരിച്ച് 1,202 കോടി രൂപയുടെ നഷ്ടം സംബന്ധിച്ച വിശദമായ നിവേദനം സമർപ്പിച്ചു. അനുകൂല നടപടി വൈകിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് സഹായം വീണ്ടും അഭ്യർത്ഥിച്ചു. 3 പ്രധാന കാര്യങ്ങളാണ് കേരളം ആവശ്യപ്പെട്ടത്. അതിലാദ്യത്തേത് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്ത പ്രതികരണ നിധി NDRF നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. NDRF മാനദണ്ഡം അനുസരിച്ച് 4 വിധത്തിലാണ് ദുരന്തങ്ങളെ പ്രഖ്യാപിക്കുക. സാധാരണ ദുരന്തങ്ങളെ L0യിൽ പെടുത്തു. ഒരു ജില്ലയ്ക്ക് തന്നെ പരിഹരിക്കപ്പെടാനുള്ള ദുരന്തങ്ങളെ L1 വിഭാഗത്തിൽ പ്രഖ്യാപിക്കും. ഒരു സംസ്ഥാനത്തിന് പരിഹരിക്കാൻ സാധിക്കുന്ന ദുരന്തങ്ങളെ L2 വിഭാഗത്തിൽപ്പെടും. എന്നാൽ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറാണ്, ഒരു സംസ്ഥാനത്തിന് മാത്രം കൈകാര്യം ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല, L3 വിഭാഗത്തിൽപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം, L3 എന്ന നിലയിൽ പ്രഖ്യാപിക്കണമെന്ന് തീരുമാനം കൈക്കൊണ്ടത്. കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുക. അതിനാണ് L3യിൽ ഇത് പെടുത്തണം എന്ന് കേരളം അഭ്യർത്ഥിച്ചത്. ഈ വിഭാഗത്തിൽ പെടുത്തിയാൽ പുനരധിവാസത്തിന് കൂടുതൽ തുക വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്താനും സംസ്ഥാന സർക്കാരിന് സാധിക്കും. ഓക്കിയും
2018 പ്രളയവും L3 പട്ടികയിൽപ്പെടുന്ന ദുരന്തമായാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇവിടെ അത് പറ്റില്ല എന്ന മനുഷ്യത്വ വിരുദ്ധ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഇതിനു പുറമെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കൂടുതൽ സഹായം ലഭിക്കും. ഇത് പ്രധാന ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ 13 പ്രകാരം ദുരന്ത ബാധിതരുടെ എല്ലാ വായ്പകളും എഴുതിത്തള്ളണമെന്നുള്ളതായിരുന്നു. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര അധിക സഹായം അനുവദിക്കണമെന്നായിരുന്നു മൂന്നാമത്തെ ആവശ്യം. ഇത് മൂന്നും ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇത് മൂന്നും പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇതിനു ശേഷം മറ്റു ചില സംസ്ഥാനങ്ങളെ സഹായിക്കുന്ന സ്ഥിതി വന്നു. അതിലൊന്നും ആരും എതിരല്ല. എവിടെയും എന്തും കുഴപ്പമുണ്ടെങ്കിൽ സഹായിക്കണം. അവിടെയും മനുഷ്യരാണല്ലോ പ്രയാസം അനുഭവിച്ചത്. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ നിവേദനം പോലും കൊടുക്കാതെ പണം അനുവദിക്കുന്നു. ചൂരൽമല ദുരന്തത്തിന് ശേഷം പ്രളയം ബാധിച്ച ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ത്രിപുര, സിക്കിം, ആസാം സംസ്ഥാനങ്ങൾക്ക് ഉടനടി കേന്ദ്ര സഹായം ലഭിച്ചു. കേരളത്തിന് മാത്രം നൽകുന്നില്ല. ഇത് ന്യായമാണോ? സെപ്റ്റംബർ മാസം 7 വെള്ളപ്പൊക്കമുണ്ടായ തെലങ്കാനയിൽ കെടുതികൾ അവലോകനം ചെയ്യാനെത്തിയ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൌഹാൻ തെലങ്കാനക്കും ആന്ധ്രാപ്രദേശിനുമായി 3448 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ത്രിപുരക്ക് 40 കോടി, ആസാമിനും സിക്കിമിനുമായി 11,000 കോടി പ്രത്യേക സഹായമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ഈ വർഷം മാത്രം 9,044 കോടി രൂപയാണ് കേന്ദ്രം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങൾക്കായി നൽകിയത്. ഇത് ന്യായമാണോ? ഇതിൽ പോലും ഇത്തരം നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക. എല്ലാ നിലയിൽ കേരളത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ പൊതുവെ സ്വീകരിച്ചു വരുന്നത്. ഇത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായി മാറും. കേരളത്തിൽ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നാണ് പൊതുവെ ജനങ്ങൾ ആഗ്രഹിച്ചത്. BJP കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാത്തതിൽ നമുക്ക് അത്ഭുതമില്ല. കാരണം BJP നയിക്കുന്ന ഒരു ഗവൺമെന്റാണ് രാജ്യത്ത് ഭരണം നടത്തുന്നത്. എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും UDF ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്ത നിലപാട് ശരിയാണോ? ചൂരൽമല ദുരന്തത്തിന് മുമ്പ് കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് നൽകാത്തതിനെതിരെയുള്ള പ്രക്ഷോഭം ദില്ലിയിൽ നടത്താൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി ആദ്യം ചർച്ച ചെയ്തത് പ്രതിപക്ഷ നേതാവായി, പ്രതിപക്ഷ ഉപനേതാവായി. എന്നാൽ UDF ആ സമരത്ത് പങ്കെടുക്കാൻ തയ്യാറായില്ല. ദില്ലിയിൽ ഉണ്ടായിരുന്ന UDFന്റെ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ MP-മാർ പോലും ആ സമരത്ത് പങ്കെടുക്കാൻ വന്നില്ല. AICCയുടെ അധ്യക്ഷൻ ദില്ലിയിൽ ഉണ്ടായിട്ടും ആ സമരത്ത് പങ്കെടുക്കാൻ വന്നില്ല. മറ്റു പല സംസ്ഥാനത്തെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതൃത്വവും എല്ലാവരും വന്നു. എന്നാൽ UDF അതൊന്ന് മാറി. ഇത് കേരളമാകെ ഒന്നിക്കേണ്ട പ്രശ്നമല്ലേ? ഇത് DYFIയിൽ പ്രവർത്തിക്കുന്നവരെ മാത്രമോ LDFന് വോട്ട് ചെയ്യുന്നവരെ മാത്രമോ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്ത കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ജീവിതത്തിന് കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്ന വിഷയമാണ്. ഇതിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് ശരിയാണ്? കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് നൽകില്ല എന്നുള്ള നിലപാട് ശരിയാണോ? ചൂരൽമല ദുരന്തമുണ്ടായത് കേരളത്തിലാണ്. കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. അതുകൊണ്ട് ഫണ്ട് അനുവദിക്കില്ല എന്നുള്ള നിലപാട് ശരിയാണ്? ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇതിനോടൊപ്പമല്ലേ UDF നിലകൊള്ളേണ്ടത്? ഇതിനോടൊപ്പം നിലകൊള്ളാൻ UDF തയ്യാറായിട്ടുണ്ട്. ഇപ്പോ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്ന് നിൽക്കുന്ന ഘട്ടമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറി. എന്തായിരുന്നു UDF ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നടത്തിയ പ്രചരണം? ചേലക്കര LDFിൽ നിന്നും UDF തിരിച്ചു പിടിക്കും, ഇതായിരുന്നു പ്രചരണം. ചേലക്കര അവസാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോ 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി വിജയിച്ചു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായതിനേക്കാൾ 5,000-നടുത്ത് വോട്ട് വർദ്ധിച്ചു, ഭൂരിപക്ഷവും വർദ്ധിച്ചു. പാലക്കാടും ഇത് തന്നെയാണ്. എന്തെല്ലാം കുപ്രചരണമായിരുന്നു ചേലക്കരയിൽ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ നടത്തിയത്. ആ കുപ്രചരണങ്ങൾ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. സംസ്ഥാന സർക്കാരിനോടൊപ്പമാണ് ജനങ്ങൾ എന്നുള്ളത്
ചേലക്കരയിലെയും പാലക്കാട്ടെയും വോട്ടിംഗ് പാറ്റേൺ തെളിയിക്കുകയാണ്. പാലക്കാട് 2016 2021 LDF സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത്. ആ പാലക്കാട് ഇത്തവണ മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്നുള്ള വസ്തുത മറച്ചുവെച്ചുകൊണ്ട് അവിടെ മത്സരം UDF-ഉം BJP-യുമാണെന്നുള്ള പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരാകെ നടത്തിയത്, മുസ്ലിം ലീഗ് നേതാക്കന്മാരാകെ നടത്തി. ആ പ്രചരണം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ BJP-യുടെ വോട്ട് പാലക്കാട് ഇതിലും കുറയുമായിരുന്നു. BJP-യിൽ കടുത്ത ആഭ്യന്തര പ്രശ്നം ഒരു ഭാഗത്ത് നിലകൊള്ളുമ്പോൾ തന്നെ BJP-യിൽ പ്രവർത്തിക്കുന്നവരും പരമ്പരാഗതമായി BJP-ക്ക് വോട്ട് ചെയ്തവരും കേരളത്തോട് BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യം കണ്ടുകൊണ്ടാണ് അവിടെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നുള്ള വസ്തുതാപരമായ കാര്യം LDF പ്രഖ്യാപിച്ചത്, പരസ്യമായി പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇടക്കിടക്ക് വന്ന് അവിടെ മത്സരം BJP-യും UDF-ഉമാണെന്ന് പറഞ്ഞു. BJP നേതാക്കന്മാർക്ക് പോലും ഇല്ലാത്ത ആത്മവിശ്വാസമാണ് BJP-യുടെ കാര്യത്തിൽ നല്ല വോട്ട് പിടിക്കുമെന്ന് കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയുടെ ഒരു നേതാവ് ഇവിടെ ഞങ്ങൾ മുന്നേറുമെന്ന് പറഞ്ഞാൽ വോട്ടർമാർ അത്രത്തോളം വിശ്വസിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ ഒരു കോൺഗ്രസ് നേതാവ് പറയുകയാണ് തളർന്ന് തകരാൻ പോകുന്ന BJP ഇവിടെ പ്രധാന ശക്തിയാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ്. ആ പ്രചരണമാണ് BJP-ക്ക് ഇതിനും നാണക്കേടുണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനിടയായി. അവിടെ LDF-നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി നടത്തിയ പ്രചരണം സഹായിച്ചത് വർഗീയ ശക്തികളെയാണ്. ഒരേ ഭാഗത്ത് BJP-യെ പരസ്യമായി പ്രധാന മത്സരം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് വോട്ട് കൂടുതൽ വാങ്ങാൻ സഹായിക്കുന്നത് പോലെ തന്നെ മറുഭാഗത്ത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മതവർഗീയത ആളിക്കത്താൻ ശ്രമിക്കുന്ന SDPI പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി പരസ്യമായി കൈകോർക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. ഇങ്ങനെ മതവർഗീയ ധ്രുവീകരണത്തിന് എല്ലാ ശ്രമവുമാണ് വളരെ ബോധപൂർവം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും UDF ആകെയും നടത്തിയിട്ടുള്ളത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങി ചേലക്കരയിൽ വിജയിക്കുകയും പാലക്കാട് വോട്ട് എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് സംസ്ഥാന രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് ഈ സംസ്ഥാനത്ത് എല്ലാ നിലയിലും ഭരിക്കേണ്ടത് എന്നുള്ള നിലപാടിലേക്ക് ജനങ്ങൾ വീണ്ടും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ദേശീയ രാഷ്ട്രീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നതെങ്കിൽ, പ്രാദേശിക വിഷയങ്ങളാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ, സംസ്ഥാനത്ത് ആര് ഭരിക്കണം, ആര് ഭരിക്കുന്നതാണ് സുരക്ഷിതമെന്ന് ജനങ്ങൾ നിശ്ചയിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സംസ്ഥാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും. കേരളത്തിനോട് കാണിക്കുന്ന കടുത്ത അവഗണനക്കെതിരെ ചൂരൽമല ദുരന്തത്തിന് ലഭ്യമാകേണ്ട ഫണ്ട് പോലും നൽകാത്തതിന് വലിയ പ്രക്ഷോഭത്തിലേക്ക് LDF കടക്കുന്ന ഒരു ഘട്ടമാണിത്. കേന്ദ്ര സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ രാജ്യവ്യാപകമായി DYFI പോലുള്ള സംഘടനകൾ അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഇത്തവണത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനം നാം ആചരിക്കുന്നത്. 994 നവംബർ മാസം 25 എന്താണോ നാം ഉയർത്തിയ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ശരിവെക്കുന്ന നിലയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കാൻ, മതവർഗീയതക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കാനും സാധിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകേണ്ട ഒരു യുവജന സംഘടന കൂടിയാണ് DYFI. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് DYFIയെ സമൂഹം ഒറ്റുനോക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തവണത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണം. ഇന്ന് ഇത്തവണത്തെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ പ്രത്യേകത സഖാവ് പുഷ്പൻ നമുക്കൊപ്പമില്ല എന്നുള്ളതാണ്. ഈ 6 സഖാക്കൾ ജീവൻ നഷ്ടപ്പെടാൻ കാരണം അവർ നടത്തിയ ആ മുദ്രാവാക്യ പോരാട്ടവും അവർ ഉയർത്തിയ മുദ്രാവാക്യവും, ആ മുദ്രാവാക്യം കൂടുതൽ ശക്തമായി DYFI പ്രസ്ഥാനവും DYFI പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും എല്ലാവരും
ഉയർത്തേണ്ട ഒരു ഘട്ടത്തിലാണ് ഇത്തവണത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തലശ്ശേരിയിൽ കൂടി ഒരു പരിപാടിയിൽ പങ്കുകൊള്ളാനുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഈ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം.